ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പാലടയുടെ അതേ ടേസ്റ്റ് വരുന്ന 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാൽ നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മിനിറ്റ് കൂടി നന്നായി ഇളക്കി കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് ഹോർലിക്സ് ഇട്ട് കൊടുക്കാം. ഹോർലിക്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കട്ടയൊന്നും വരാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റൻറ്റ് ഓട്സ് തന്നെ എടുക്കാനായിട്ട് നോക്കണം. എന്നാലാണ് നമുക്കിത് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഞാനിവിടെ ക്യൂക്കർ ഓട്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഓട്സും കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാനൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ള് മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മിൽക്ക് മെയ്ഡും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പായസത്തിന് ഉണ്ടാവുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഹോർലിക്സിലുള്ള മധുരം കൂടി ആകുമ്പോൾ കറക്റ്റ് മധുരമായിരിക്കും ഈ പായസത്തിന് ഉണ്ടാവുക. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് മധുരം കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് ഓട്സ് കുക്ക് ചെയ്ത് വരാനായിട്ട് ഒരു 4 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ആ 4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പായസം കറക്റ്റ് തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ പായസത്തിന് വേണ്ടത്. ഒരുപാട് തിക്കായി നിൽക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. കാരണം ഈ പായസം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ പായസത്തിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് അത് നന്നായി ഒന്ന് വറുത്തതിന് ശേഷം ആ നെയ്യോട് കൂടി തന്നെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പായസം. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ടൊന്ന് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.